ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാല കി ചാന്ദി കി പായൽ എന്ന പാഠമാണ്. മാലയുടെ വെള്ളിയുടെ പാദസരം. മാല കി മാലയുടെ, ചാന്ദി ചാന്ദി എന്ന് പറഞ്ഞാൽ സിൽവർ വെള്ളി, പായൽ പാദസരം അല്ലെങ്കിൽ കൊലുസ് ആംഗ്ലെറ്റ്. മാലയുടെ വെള്ളിയുടെ പാദസരം. മാലയ്ക്ക് അവളുടെ അമ്മ പാദസരം വാങ്ങിച്ചു കൊടുക്കുന്നു. നമുക്ക് പാഠം വായിച്ചുകൊണ്ട് മനസ്സിലാക്കാം. ഇവളാണ് മാല. ഇവൾക്ക് എന്താണ് പണി? ഇവളെപ്പോഴും എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇത് കണ്ടോ, ആദ്യം തന്നെ വന്നിട്ട് ഒരു പൂച്ചയെ ഭയപ്പെടുത്തുകയാണ്. അവൾക്ക് വളരെ രസകരമായിട്ട് തോന്നുന്നു. മാല ബില്ലിക്കോ ഡരാത്തി. മാല ബില്ലിക്കോ പൂച്ചയെ ഡരാത്തി ഭയപ്പെടുത്തുന്നു. എങ്ങനെയാണ്? ഹുഷ് എന്ന് പറഞ്ഞിട്ട്. ഹുഷ് എന്ന് പറഞ്ഞിട്ട് മാല പൂച്ചയെ ഭയപ്പെടുത്തുന്നു. ഡരാന എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുക അല്ലെങ്കിൽ പേടിപ്പിക്കുക. ബില്ലി പൂച്ച ക്യാറ്റ്. മാല ബില്ലിക്കോ പൂച്ചയെ ഡരാത്തി ഭയപ്പെടുത്തുന്നു. പിന്നീട് അവൾ എന്താണ് ചെയ്യുന്നത്? വ അപ്നി നാനിക്കോ ഡരാത്തി. അവൾ തൻ്റെ മുത്തശ്ശിയെ, നാനി എന്ന് പറഞ്ഞാൽ അമ്മമ്മ, അവൾ തൻ്റെ അമ്മമ്മയെ ഭയപ്പെടുത്തുന്നു. ഡരാത്തി എങ്ങനെയാണ്? ഹേയ് എന്ന് പറഞ്ഞിട്ട്. ഹേയ് എന്ന് പറഞ്ഞിട്ട് അവൾ തൻ്റെ അമ്മമ്മയെ പേടിപ്പിക്കുന്നു. പിന്നീട് അവൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? വ അപ്പനെ ചോട്ടെ ഭായിക്കോ ഡരാത്തി. അവൾ തൻ്റെ ചോട്ടെ ഭായി ചെറിയ അനുജനെ, കുഞ്ഞനുജനെ ഭയപ്പെടുത്തുന്നു. എങ്ങനെയാണ്? ധപ്പ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞനുജനെ ഭയപ്പെടുത്തുന്നു. പിന്നീട് അവളൊരു പോസ്റ്റ്മാനെയാണ് ഭയപ്പെടുത്തുന്നത്. വ ടാക്കിയേക്കോ ഡരാത്തി. ടാക്കിയ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മാൻ. അവൾ ടാക്കിയേക്കോ പോസ്റ്റ്മാനെ ഭയപ്പെടുത്തുന്നു. എങ്ങനെയാണ്? ഭൗ എന്ന് പറഞ്ഞിട്ട് ഭയപ്പെടുത്തുന്നു. അവൾക്കതൊക്കെ ഒരു രസമായിട്ട് തോന്നുന്നു. അവൾക്കൊരു കളിയായിട്ട് രസമായിട്ട് തോന്നുന്നു. അവരൊക്കെ ഭയപ്പെട്ടു പോകുന്നു, പേടിച്ചു പോകുന്നു. ഏക് ദിൻ ഒരു ദിവസം മാലാക്കി മാനെ മാലയുടെ അമ്മ ഉസേ അവൾക്ക് ഏക് ഒരു ചോട്ടീസി ചെറിയ ഡിബ്ബി ഡിബ്ബി എന്ന് പറഞ്ഞാൽ ബോക്സ്, ദേന എന്ന് പറഞ്ഞാൽ കൊടുക്കുക, കൊടുത്തു. ഒരു ദിവസം മാലയുടെ അമ്മ അവൾക്ക് ഒരു ചെറിയ ബോക്സ് കൊടുത്തു. മാല യഹ് തുമാരെ ലിയേ ഹെ വേ ബോലി എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു. മാല യഹ് തുമാരെ ലിയേ ഹെ. മാല ഇത് നിനക്ക് വേണ്ടിയാണ്. മാല യഹ് ഇത്, തുമാരെ ലിയേ നിനക്ക് വേണ്ടി, ഹെ ആണ് ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ്. വേ ബോലി ബോൽന എന്ന് പറഞ്ഞാൽ പറയുക. വേ ബോലി അവർ പറഞ്ഞു. വേ എന്ന് പറഞ്ഞാൽ അവർ, റെസ്പെക്റ്റോടുകൂടി പറയുകയാണ്. മാലാനെ ജൽദി സെ ഡിബ്ബി ഖോലി. മാല ജൽദി സെ പെട്ടെന്ന്, ഡിബ്ബി ബോക്സ്, ഖോലി തുറന്നു. ജിസ്മേ ഉസേ മിലി അതിൽ അവൾക്ക് ലഭിച്ചു. മിലി എന്ന് പറഞ്ഞാൽ ലഭിച്ചു അല്ലെങ്കിൽ കിട്ടി. നീലേ കാഗസ്മേ നീല കടലാസിൽ, ലിപ്റ്റി പൊതിഞ്ഞുകൊണ്ടുള്ള, പ്യാരീസി നല്ല ഭംഗിയുള്ള, ചാന്ദിക്ക് പായൽ ചാന്ദിയുടെ വെള്ളിയുടെ പായൽ പാദസരം. അപ്പോൾ ഡിബ്ബി എന്ന് പറഞ്ഞാൽ ബോക്സ്, ഖോൽന തുറക്കുക, ഖോലി എന്ന് പറഞ്ഞാൽ തുറന്നു. ജിസ്മേ അതിൽ, ഉസേ മിലി അവൾക്ക് ലഭിച്ചു. നീലേ കാഗസ്മേ ലിപ്പറ്റി നീല പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ടുള്ള, ലിപ്പറ്റി പൊതിഞ്ഞുകൊണ്ടുള്ള, പ്യാരീസി നല്ല മനോഹരമായിട്ടുള്ള, ചാന്ദിക്ക് പായൽ ഒരു പാദസരം വെള്ളിയുടെ പാദസരം. ഉനെ പെഹൻകർ അത് ധരിച്ചുകൊണ്ട്, പെഹന്ന എന്ന് പറഞ്ഞാൽ ധരിക്കുക, അവ ധരിച്ചുകൊണ്ട്, ആ പാദസരം ധരിച്ചുകൊണ്ട്, അവൾ പൂരേ ഘർമേ വീട് മുഴുവനും, ഘൂംനെ ലഗി കറങ്ങാനായിട്ട് തുടങ്ങി, വീട് മുഴുവനും ഓടിക്കളിക്കാനായിട്ട് തുടങ്ങി. ഘൂംന എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക. ചിക് ചിക് ചം അതെന്താണ്? പാദസരത്തിൻ്റെ സൗണ്ടാണ്. ചോട്ടെ ചോട്ടെ ഗുങ്കുരു ജനക്തെ ചെറിയ ചെറിയ മണികൾ, ചോട്ടെ ചോട്ടെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ, ഗുങ്കുരു മണികൾ, ജനക്തെ കിലുങ്ങുന്നു. ചിക് ചിക് ചം വീണ്ടും അതിൻ്റെ ശബ്ദമാണ് ചിക് ചിക് ചം, പാദസരത്തിൻ്റെ കിലുക്കം. अब माला जहाँ भी जाती
സബ് ജാൻ ജാത്തെ. അബ് മാല ഇപ്പോൾ മാല ജഹാ ബി ജാത്തി എവിടെ പോവുകയാണെങ്കിലും സബ് എല്ലാവരും ജാൻ ജാത്തെ അറിയുമായിരുന്നു, എല്ലാവർക്കും മനസ്സിലാകുമായിരുന്നു. അതായത് അവൾ പാദസരം ധരിച്ചതുകൊണ്ട് അവൾ നടന്നു വരുമ്പോൾ പതുക്കെ വരികയാണെങ്കിലും ആളുകൾക്ക് മനസ്സിലാകും. അപ്പോൾ ആരെയും ഇനി അവൾക്ക് ഭയപ്പെടുത്താൻ കഴിയില്ല. ചിക് ചിക് ചം മാലാക്കി ഹൂഷ് സെ പെഹലെ ബില്ലി കൂത് ഗയി. അപ്പോൾ മാല ബില്ലിയെ പൂച്ചയെ ഭയപ്പെടുത്താനായിട്ട് വരികയായിരുന്നു. അപ്പോൾ മാലാക്കി ഹൂഷ് സെ പെഹലെ, ഹൂഷ് എന്ന് പറഞ്ഞ് പൂച്ചയെ ഭയപ്പെടുത്താൻ നോക്കുമ്പോഴേക്കും ബില്ലി കൂത് ഗയി, പൂച്ച ചാടിപ്പോയി. കൂത് ഗയി ചാടിപ്പോയി. എന്തുകൊണ്ടാണ്? അവളുടെ പാദസരത്തിൻ്റെ ശബ്ദം കേട്ടിട്ട്. ചിക് ചിക് ചം മാലാക്കി ഹേ സെ പെഹലെ നാനി പലട്ട് ഗയി. മാല ഹേ എന്ന് പറയുന്നതിന് മുന്നേ തന്നെ, പെഹലെ മുന്നേ തന്നെ, നാനി പലട്ട് ഗയി അവളുടെ മുത്തശ്ശി അമ്മമ്മ തിരിഞ്ഞങ്ങ് പോയി. പലട്ട് ഗയി മറിഞ്ഞ് പോയി. അങ്ങോട്ട് അവൾ വരുന്നത് അറിഞ്ഞപ്പോൾ അവർ തിരിഞ്ഞ് പോയി. ചിക് ചിക് ചം മാലാക്കി ധപ്പ് സെ പെഹലെ ചോട്ടാ ബായി ബാഹർ ഭാഗ് ഗയ. മാല ധപ്പ് എന്ന് പറയുന്നതിന് മുമ്പേ തന്നെ ചോട്ടാബായി അവളുടെ കുഞ്ഞനുജൻ ബാഹർ ഭാഗ് ഗയ പുറത്തേക്ക് ഓടിപ്പോയി. ഭാഗ് ഗയ എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി. മാലാക്കി ഭൗ സെ പെഹലെ ടാക്കിയ നിക്കൽ ഗയ. വീണ്ടും ചിക് ചിക് ചം പാദസരത്തിൻ്റെ സൗണ്ട് കേട്ടു. മാലാക്കി ഭൗ, മാല ഭൗ എന്ന് പറഞ്ഞ് പോസ്റ്റ്മാനെ ഭയപ്പെടുത്താനായി വരുമ്പോഴേക്കും ടാക്കിയ നിക്കൽ ഗയ, ടാക്കിയ അങ്ങ് പോയി. പോസ്റ്റ്മാൻ പോയി. ശബ്ദം കേട്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി. ചിക് ചിക് ചാം അബ് മാല കിസിക്കോ ഡരാ നഹി പാത്തി. അബ് ഇപ്പോൾ മാല കിസിക്കോ ഡരാ നഹി പാത്തി, മാലയ്ക്ക് ആരെയും ഭയപ്പെടുത്താൻ കഴിയില്ല. തോ ഏസമേ മാലാനെ ക്യാ കിയ. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് മാല എന്താണ് ചെയ്തത്? ഏസമേ ഇങ്ങനെയുള്ള അവസരത്തിൽ മാലാനെ ക്യാ കിയ, മാല എന്താണ് ചെയ്തത്? ഉസ്നെ അപ്നി ചാന്ദി കി പായൽ ഉത്താർ ദി. അവൾ തൻ്റെ ചാന്ദി കി പായൽ, അവളുടെ വെള്ളിയുടെ പാദസരം ഉത്താർ ദി അഴിച്ചു വെച്ചു. ഉത്താർന എന്ന് പറഞ്ഞാൽ അഴിച്ചു വയ്ക്കുക. ആരാണ് എഴുതിയത്? ആനി ബെസൻറ്റ്. ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. മാല സബീകോ ക്യോ ഡരാത്തി ഹോഗി. മാല എല്ലാവരെയും ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും? ആൻസർ എന്തെഴുതാം? എന്തുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ ചെയ്തത്? അവൾക്ക് നല്ല രസമായിട്ട് തോന്നി അല്ലേ? അവൾ കളിക്കുകയായിരുന്നു, അവൾക്ക് രസകരമായിട്ട് തോന്നി. സബീക്കോ ഡരാനമേ മാലാക്കോ മസ ആത്താ ഹോഗ. എല്ലാവരെയും ഭയപ്പെടുത്തുന്നതിൽ മാലയ്ക്ക് നല്ല രസം തോന്നുന്നുണ്ടാകും. സബീക്കോ ഡരാനമേ മാലാക്കോ മസ ആത്താ ഹോഗ. മാലാസെ സബി ക്യോ ഡർ ജാത്തെ ഹോങ്കെ. മാലയെ എല്ലാവരും ഭയപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? पीछे से आकर अचानक ज़ोर से आवाज़ निकालने पर सभी डर जाते होंगे. पीछे से आकर പുറകിൽ നിന്ന് വന്നിട്ട്, അച്ചാനക് പെട്ടെന്ന്, സോർ സെ ആവാസ് നിക്കാൽനെ പർ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുമ്പോൾ, സബി ഡർ ജാത്തെ ഹോങ്കെ എല്ലാവരും ഭയപ്പെടുന്നുണ്ടാകും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പായൽ ഉത്താരനേക്ക് അതിരിക്ത് മാല ഓർ ക്യാ കർ സക്തി തി. മാല ഈ ശബ്ദമുള്ളതുകൊണ്ട് എല്ലാവരും പോയി കളയുന്നു അല്ലേ? മാലയ്ക്ക് ആരെയും പേടിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്തു? ആ പാദസരം അങ്ങ് അഴിച്ചു വെച്ചു. അപ്പം അത് കൂടാതെ, പായൽ ഉദ്ധാരണയ്ക്ക് അതിരിക്ത്, പാദസരം അഴിച്ചു വെക്കുന്നത് കൂടാതെ, അതിരിക്ത് എന്ന് പറഞ്ഞാൽ കൂടാതെ, മാല ഓർ ക്യാ കർ സക്തി തി, മാലയ്ക്ക് വേറെ എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? पायल उतारने के अतिरिक्त माला पायल के ऊपर मोजे पहन सकती थी. പാദസരം അഴിച്ചു വയ്ക്കുന്നത് കൂടാതെ മാല പായൽ കെ ഊപ്പർ പാദസരത്തിന് മുകളിലായിട്ട് മോസെ എന്ന് പറഞ്ഞാൽ സോക്സ്, പെഹൻ സക്തി തി ധരിക്കാമായിരുന്നു, സോക്സ് ധരിക്കാൻ പറ്റുമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മാനെ മാലാക്കോ പായൽ ക്യോ ദി ഹോഗി. അമ്മ മാലയ്ക്ക് പാദസരം കൊടുത്തത് എന്തുകൊണ്ടായിരിക്കും? ജിസസെ ഉസ്കെ ആനെ കാ പത്താ ചൽ ജായേ.
അപ്പോൾ ആൻസർ നമുക്ക് എന്ത് എഴുതാം? ജിസ്സെ ഉസ്കെ ആനെ കാ പത്താ ചൽ ജായെ. പാദസരം ധരിച്ചാൽ അവൾ വരുന്നത് മനസ്സിലാകും. ഓർ വഹ് കിസി കോ ഡരാൻ ന സകെ. അങ്ങനെ ആവുമ്പോൾ അവൾക്ക് ആരെയും ഭയപ്പെടുത്താൻ കഴിയില്ല. അല്ലെങ്കിൽ അല്ലെങ്കിൽ പെഹൻകർ ചംചം നാച്ചനെ കേലിയെ, അത് ധരിച്ചിട്ട് നൃത്തം വയ്ക്കാൻ വേണ്ടിയിട്ട്, ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ലിഖിയേ. മാലാക്കി മാനെ ഉസേ ക്യാ ദിയ. മാലയുടെ അമ്മ അവൾക്ക് എന്താണ് കൊടുത്തത്? മാലാക്കി മാനെ ഉസേ എന്താണ് കൊടുത്തത്? പായൽ ദി. മാലാക്കി മാനെ ഉസേ പായൽ, പാദസരം കൊടുത്തു. മാലാനെ പായൽ ക്യോ ഉതാർ ദി, സഹി ഉത്തർ ചുനിയെ. മാല പാദസരം അഴിച്ചു വെച്ചു. എന്തുകൊണ്ടായിരുന്നു? ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പായൽ മാലാക്കോ ചുബ് രഹി തി. ഈ പാദസരം മാലയ്ക്ക് ഇങ്ങനെ തട്ടുന്നുണ്ടായിരുന്നു, മാലയ്ക്ക് വേദനിക്കുന്നുണ്ടായിരുന്നു അത് ധരിച്ചിട്ട്. പിന്നെ സെക്കൻഡ്, പായൽ സെ സബീക്കോ മാലാക്കെ ആനേക്ക പത്താ ചൽ ജാത്താത്ത. ഈ പാദസരം കൊണ്ട് എല്ലാവർക്കും മാല വരുന്നത് മനസ്സിലാകുമായിരുന്നു. മൂന്നാമത്തേത്, പായൽ കി ആവാസെ സബീക്കോ ബഹുത് മസ ആത്താത്ത. ഈ പാദസരത്തിൻ്റെ ശബ്ദം കൊണ്ട് എല്ലാവർക്കും നല്ല ഒരു രസം തോന്നിയിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു. നാലാമത്തേത്, ഏക് പായൽ ഖോ ഗയി തി ഓർ ബസ് ഏക് ഹി പായൽ രഹ ഗയി തി. ഒരു പാദസരം നഷ്ടപ്പെട്ടിരുന്നു, ഒരു പാദസരം മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേതാണ് ശരിയായിട്ടുള്ള ആൻസർ? സെക്കൻഡ് വൺ, പായൽ സെ സബീക്കോ മാലാക്കെ ആനേക്ക പത്താ ചൽ ജാത്താത്ത, അല്ലേ? അതുകൊണ്ടാണ് ഈ പായൽ ധരിച്ചത് കാരണം, പാദസരം ധരിച്ചത് കാരണം എല്ലാവർക്കും മനസ്സിലാകുമായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ആരെയും ഭയപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് അവളത് അഴിച്ചു വെച്ചത്. അടുത്തത്, ഇൻ ധ്വനിയോ കോ സുനിയെ ഓർ ഉനെ ശബ്ദോ മേ ലിഖ്നെ കാ പ്രയാസ് കീജിയെ. അപ്പോൾ ഈ ധ്വനിയോങ്കോ, ഈ വസ്തുക്കളുടെയൊക്കെ, ഇവിടെ കുറച്ച് വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവയുടെയൊക്കെ ശബ്ദം നിങ്ങൾ കേട്ട് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഉന്നെ ശബ്ദോമേ ലിഖ്നേക്കാ പ്രയാസ് കീജിയെ. നിങ്ങൾ എന്താണോ കേൾക്കുന്നത് അത് എഴുതാനായിട്ട് ശ്രമിക്കണം. ഘണ്ടി കാ ധ്വനി. ഘണ്ടി എന്ന് പറഞ്ഞാൽ മണി, മണിയുടെ ശബ്ദം. മണിയുടെ ശബ്ദം എങ്ങനെയാണ്? ടൻ ടൻ, ടൻ ടൻ എന്നാണ് മണിയുടെ ശബ്ദം. നിങ്ങൾ കേട്ട് നോക്കുക, മണിയുടെ ശബ്ദം നിങ്ങൾക്കറിയാമല്ലോ. അതേപോലെ പായൽ കി ധ്വനി, പാദസ്വരത്തിൻ്റെ ശബ്ദം എങ്ങനെയുള്ളതാണ്? ഇവിടെ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരുന്നു? ചിക് ചിക് ചം, പിന്നെ ചൻ ചൻ എന്നും പറയാം. പായൽ കി ധ്വനി. അടുത്തത് ശംഖ് കി ധ്വനി. ശംഖിൻ്റെ സൗണ്ട് എങ്ങനെയുള്ളതാണ്? നിങ്ങൾ കേട്ടിട്ടില്ലേ? നമുക്ക് എങ്ങനെ എഴുതാം? പൂ ഇങ്ങനെ എഴുതാം. അടുത്തത് ഡമരു കി ധ്വനി. ഡമരുവിൻ്റെ സൗണ്ട് എങ്ങനെയുള്ളതാണ്? ഡം ഡം എങ്ങനെയാണ് ഡമരു സൗണ്ട് ഉണ്ടാകുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ, മാല കിസ് കിസ്കോ ഡരാ രഹി തി. മാല ആരെയൊക്കെയായിരുന്നു ഭയപ്പെടുത്തിയിരുന്നത്? മാല ആരൊക്കെയായിരുന്നു? പൂച്ചയെയും പിന്നെ മുത്തശ്ശിയെയും ചെറിയ അനുജനെയും പോസ്റ്റ്മാനെയും. നമുക്കെങ്ങനെ എഴുതാം? മാല ബില്ലി നാനി ചോട്ടെ ഭായി ഓർ ടാക്കിയെ കോ ഡരാ രഹി തി. അടുത്തത്, വിരാം ചിഹ്ന കാ സഹി പ്രयोग करते हुए नीचे दिए गए വാക്യോं കോ അപ്നി കോപ്പി മേ ലിഖിയെ. അപ്പോൾ ഇവിടെ നിങ്ങൾ വിരാം ചിഹ്ന എഴുതണം. ഇവിടെ 2 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ക്യാ മാലാക്കോ നെയ് പായൽ മിലി, ക്യാ മാലാക്കോ നെയ് പായൽ മിലി. എന്താ, മാലയ്ക്ക് പുതിയ പാദസരം ലഭിച്ചോ? എങ്ങനെയുള്ള സെൻറ്റൻസാണ്? ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മളിവിടെ ഏത് ചിഹ്നമാണ് ചേർക്കേണ്ടത്? ക്വസ്റ്റ്യൻ മാർക്ക്, അല്ലേ? പ്രശ്നവാചക്. അപ്പോൾ എങ്ങനെ എഴുതാം? ക്യാ മാലാക്കോ നെയ് പായൽ മിലി. ഇവിടെ പ്രശ്നവാചക് ചിഹ്നം, അതാണ് വേണ്ടത്, ക്വസ്റ്റ്യൻ മാർക്ക്. അടുത്തത്, മാല പായൽ പെഹൻകർ പൂരെ ഘർ മേ ഘൂംനെ ലഗി. മാല പാദസരം ധരിച്ചുകൊണ്ട് വീട് മുഴുവൻ ചുറ്റി നടക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതൊരു സെൻറ്റൻസ് പൂർത്തിയായി. ഇവിടെ ഫുൾ സ്റ്റോപ്പാണ് വേണ്ടത്. മാല പായൽ പെഹൻകർ പൂരെ ഘർ മേ ഘൂംനെ ലഗി. അപ്പോൾ ഫുൾ സ്റ്റോപ്പാണ് വേണ്ടത്. അതിനെന്താണ് പറയുന്നത്? പൂർണ്ണ വിരാം. ഇത് ക്വസ്റ്റ്യൻ മാർക്ക്. എന്താണ്? പ്രശ്നവാചക്. ഇവിടെ പൂർണ്ണ വിരാം. അടുത്തത്, ആओ ബുജേ പഹേലി. മാലാക്കി ചാന്ദിക്ക് പായൽ ഖോ ഗയി ഹെ. മാലയുടെ വെള്ളിയുടെ പാദസരം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഖോ ഗയി എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു.
അക്ഷരോं കോ ജോഡ്കർ മാലാ കി ചാന്ദി കി പായൽ ബനായിയെ. അക്ഷരങ്ങൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മാലാ കി ചാന്ദി കി പായൽ അത് ഉണ്ടാക്കണം. രേഖ കീച്ചുകർ ശബ്ദോं കോ ജോഡിയെ. രേഖ വരച്ചിട്ട് ആരോ വരച്ചിട്ട് നിങ്ങൾ ഈ അക്ഷരങ്ങളെ യോജിപ്പിക്കണം. അപ്പോൾ മാലാ കി ചാന്ദി കി പായൽ. മാ എവിടെ? ഇതാ മാ. പിന്നെ ലാ, മല, കീ, ചാന്ദി കി പായൽ. മാലാ കി ചാന്ദി കി പായൽ. ഒന്നുകൂടെ കാണിച്ചു തരാം. മാലാ കി ചാന്ദി കി പായൽ. മാലാ കി ചാന്ദി കി പായൽ. കുട്ടികളെ, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായില്ലേ? ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.